ഏറ്റവും പഴമയുള്ള മാങ്ങയത്. കൊച്ചി മഹാരാജാവിന് കാണാൻ ചെന്നപ്പോ ഈ പാലത്തിന്റെ പേരെന്താന്നറിയോ? വള്ളത്തിലിരുന്ന് പോണ പോലെയല്ല, വള്ളത്തിലല്ലേ ഇരിക്കണത്. ബോട്ടിന്റെ ഫോർമാറ്റ് ആണെന്നേ ഉള്ളൂ. അവിടെ വെച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞുള്ള കാര്യം പറയണമല്ലോ. എന്നോട് പറയുമോ എന്റെ ദൈവമേ, എങ്കിലും ആരോഗ്യം തീരെ ഇല്ല ഇപ്പൊ പറയാം. ഇന്നത്തെ അമ്മയുടെ അറ്റയർ എങ്ങനെയുണ്ടെന്ന് എല്ലാരും പറയൂട്ടോ. ഞങ്ങളൊരു ചടങ്ങിന് പോവാ. അതെ, എൻഗേജ്മെന്റ്. അപ്പം ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോകാനായിട്ട് റെഡിയൊക്കെ ആയിട്ട് നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ അധികം സമയം കിട്ടിയില്ല കേട്ടോ. സാധാരണ അല്ലെങ്കിലും അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഉള്ള സമയത്തിന് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടി ഫോട്ടോ ഒക്കെ എടുക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് അമ്മയുടെ ഈ സാരി എന്ന് പറയണേ? ആദ്യമായിട്ട് ഉടുക്കണ സാരിയാണ്. അതുപോലെ എൻ്റെ ഈ ഡ്രസ്സും അതെ, പുതുതായിട്ട് ഉടുക്കുന്നതാണ്. കുറേ നാൾ മുമ്പ് ഇതിൻ്റെ മെറ്റീരിയൽ മേടിച്ചതാണ്. നമ്മുടെ ഖാദി സിൽക്കില്ലേ, അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള മെറ്റീരിയലാണ്. ഒത്തിരി നാൾ മുമ്പ് ഡിസ്കൗണ്ട് ഓഫർ വന്നപ്പോൾ മേടിച്ചതാണ്. പക്ഷേ എനിക്ക് എൻ്റെ അന്നത്തെ അറ്റയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫുഡ് വെയർ ആണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു മ്യൂൾസ് ആണ് കേട്ടോ. ബാക്ക് സ്ട്രാപ്പൊക്കെ ഉള്ള ഒരു മ്യൂൾസ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെരുപ്പാണ്, നല്ല കംഫർട്ടബിളും ആണ്. ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ ടാഗ് ചെയ്തേക്കാവേ. വീഡിയോ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ലിങ്ക് കാണാം. ഭയങ്കര ഭംഗി, അത് കാലിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പ് വരുന്നതായിട്ട് തോന്നും. പിന്നെ എൻ്റെ പതിവ് ടൈറ്റാൻ്റെ വാച്ച്, ഗ്രീൻ ഡയലുള്ളത്. പിന്നെ ഇതൊക്കെ ഒരു സാധാ ബ്രേസ്ലെറ്റ് ആണ്, ഹാൻഡ് കഫ് എന്ന് പറയും, ഉർവശിന്ന് എടുത്തതാ. പിന്നെ ദേ എൻ്റെ മാല കളക്ഷനിലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഭംഗിയുള്ള ആനയുടെ പടമൊക്കെയുള്ള ഒരു മാല അല്ലേ. അങ്ങനെ ഞങ്ങൾ എരിവേലി വഴി പോവാണ്. ഞങ്ങളുടെ ബാക്കിലുള്ള വണ്ടി ഞങ്ങളുടെ ആളുടെ തന്നെയാണ്. ഞങ്ങള് രണ്ടുപേരും മുന്നിൽ പുറകിലായിട്ട് പോവാണ്. അങ്കമാലി കൺവെൻഷൻ സെന്ററിലേക്ക് പോവാണ് എൻഗേജ്മെന്റിന്. മഞ്ജുവിന്റെ മോളുടെ എൻഗേജ്മെന്റ് ആണെന്ന്, നീതയുടെ. അപ്പം അങ്കമാലി അല്ല, കറുകുറ്റി ജംഗ്ഷനിലുള്ള അപ്പോളോയുടെ കൺവെൻഷൻ സെന്ററിലേക്ക് പുറപ്പെടുവാണ്. പുറകിൽ ഞങ്ങളുടെ അമ്മായിയുടെ മോൻ്റെ മോൻ മധുവും ഭാര്യയുണ്ട് അവരുടെ വണ്ടിയിൽ. ഞങ്ങള് മുന്നിലും പുറകിലുമായിട്ട് അങ്ങനെ യാത്രയിലാണ്. 2 വണ്ടിയാന്ന് മാത്രം. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാം. എൻഗേജ്മെന്റാ. അപ്പടെ ഇത് പിടിച്ചു. അപ്പടെ ഇത് പിടിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ പടം എടുത്തപ്പോഴത്തേക്കും അവര് വിളിച്ചു, അവരെ റൂട്ടിലെത്തിയെന്നും പറഞ്ഞു. ഞങ്ങൾ വേഗം ലോക്ക് ചെയ്ത് ഇറങ്ങി. ഇന്ന് നമ്മൾ 3 പേര് ഏകദേശം മാച്ചിങ്ങിലാട്ടോ. കളർ കോമ്പിനേഷൻ. അപ്പയുടെ ഷർട്ടും മാച്ചിങ്ങാ നമ്മളുമായിട്ട് ഇല്ലേ. വേറെ ഒരെണ്ണായിരുന്നു എടുത്തത്. അപ്പ പിന്നെ ഇതിലേക്ക് മാറിയതാ. അതേതായാലും നന്നായി. എന്റെ സാരി ഒരു 8-9 മാസമായതാ. പക്ഷെ ഇതുവരെ ഉടുത്തില്ലായിരുന്നു. പക്ഷെ സിമ്പിൾ ആൻഡ് എലഗന്റാ. സിമ്പിളാ, വളരെ സിമ്പിളായിട്ടുള്ള സാരിയാണ്. പക്ഷെ എലഗന്റ് ആണ്. കുറച്ചു നാള് മുമ്പ് വരെ നമ്മള് പോകുമ്പോ മാവുകളൊക്കെ തളിർത്ത് മാത്രമേ കാണുമായിരുന്നുള്ളൂ. ഇപ്പൊ മാവുകളൊക്കെ പൂത്തു അല്ലേ. നമ്മുടെ മാവുകളും 2-3 പൂത്തു. നമ്മൾ പൂവിട്ട മാവുകളാ ഇപ്പൊ കാണുന്നത്. ഈ റോഡിലില്ലേ ഒരു പൂ പോലും പോവാതെ പിടിക്കും. നമ്മുടെ നാട്ടുമാവ് ഈ പ്രാവശ്യം തകർത്തിട്ടുണ്ട്. കഴിഞ്ഞ പോലെ ഒരെണ്ണം പോലും ഉണ്ടായില്ല. 1.5 വിട്ട പോലും ഉണ്ടാവുള്ളൂ. കുഞ്ഞോട് പറയുമോ എന്റെ ദൈവമേ, ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്കിടെ വീട്ടിലുണ്ടാവണേക്കാളും സന്തോഷമാണ്. അതുപോലെ പറക്കിക്കൊണ്ട് പോയി. ഈ റോട്ടിലെ പൂവെല്ലാം പിടിക്കും. നമ്മുടെ അവിടത്തെ പൂവായിരുന്നു. ഏരിയയിലുള്ള മാവുകളെല്ലാം പൂത്ത് കൊലഞ്ഞു. ഇവൻ പറയുമായിരുന്നു, ഇവന്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ഈ ചന്ദ്രക്കാരൻ നിറച്ചു പൂത്ത് കൊല കുത്തി ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ അതിന്റെ മോളിൽ ചെന്ന് കഴിഞ്ഞാൽ കൊലയുടെ പടം എടുക്കാന്ന് അത് പറഞ്ഞു. അപ്പൊ നല്ല രസമാണ്. പൂത്ത് കൊലയായി കഴിയുമ്പോ ഞാൻ പറഞ്ഞു പറയാനായിട്ട്. ടെറസിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് പിടിച്ച് പറിക്കാന്ന് പറഞ്ഞു. അവിടെ ചന്ദ്രക്കാരനുണ്ടല്ലേ? ആ മുമ്പിൽ നിൽക്കണ ചെഴുത്തേര് നട്ടതാ. നല്ല ഭാവനയോടുകൂടി ചെഴുത്തേര് അത് മുമ്പിൽ വെച്ചതാണ്. ചന്ദ്രക്കാരനുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകുമ്പോ കൊല കുതിയ ഒരു കൊല പറിച്ചാൽ ഒരു കൊട്ട നിറച്ചുണ്ടാവും. അമ്മയ്ക്ക് ഇഷ്ടമാണോ ചന്ദ്രക്കാരൻ? എനിക്ക് ആ മാങ്ങയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷെ കാമ്പില്ലാത്തത് കൊണ്ട് എനിക്ക് തീരെ പിടുത്തക്കുറവാ. നമ്മുടെ നാട്ടുമാങ്ങ എനിക്കിഷ്ടം, അതിന് നല്ല കാമ്പാ. ചന്ദ്രക്കാരനുള്ള ഒരു കുഴപ്പം ഫ്ലഷ് വളരെ കുറവാണ്. അമ്മാച്ചന്റെ പക്ഷെ അതിന്റെ ഫ്ലേവറിനെ വെല്ലാൻ വേറൊരു മാങ്ങയില്ല. കണ്ണിമാങ്ങയ്ക്ക് ഉഗ്രൻ, പിന്നെ ഉപ്പുമാങ്ങയ്ക്ക് ഉഗ്രൻ, മാമ്പഴത്തിന് അതി ഉഗ്രൻ. മാമ്പഴ പായസം ഒക്കെ നല്ല സൂപ്പർ ഇതാണ്. ആ മാവ് ആരും വെട്ടിക്കളയില്ല, കാരണം അത്രയ്ക്ക് നല്ല ഫ്രഷസാ. പഴയ മാവാ, അതാ എന്റെ ഏറ്റവും വലിയ ഉണ്ടായിരുന്നു. ഏറ്റവും പഴമയുള്ള മാങ്ങയത്. കൊച്ചി മഹാരാജാവിന് കാണാൻ ചെന്നപ്പോ ഒരാള് ഒരു കൊട്ടം മാമ്പഴ കൊണ്ടു കൊടുത്തു. അപ്പൊ പുള്ളി അത് കണ്ടപ്പോഴേ അതിന്റെ മണം അടിച്ചപ്പോ തന്നെ പുള്ളിക്ക് ഇരിക്കപ്പുറതില്ല രാജാവിന്. ഉടനെ തന്നെ അതിൽ നിന്ന് എടുത്ത് ഒരെണ്ണം തിന്നു കഴിഞ്ഞപ്പോ പുള്ളിക്ക് അതിലും വലിയ ഇഷ്ടമായി. ഉടനെ പുള്ളി കൈയടിച്ച് പറഞ്ഞത്രേ നമ്മുടെ ചന്ദ്രക്കാരാന്ന്. അങ്ങനെയാണ് അതിന് ഈ പേരുണ്ടായതെന്ന് ഇങ്ങനെ ഒരു ഐതിഹ്യം പറയണ തൃപ്പൂണിത്തറ ഉള്ള എല്ലാ നമ്പൂരി ഇല്ലങ്ങളുടെ മുമ്പിലും ഒരു ചന്ദ്രക്കാരൻ മാവുണ്ട്. അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് മാമ്പഴപ്പുളിശ്ശേരി. ഭയങ്കര അവർക്ക് ഉണ്ണിമാങ്ങായും കണ്ണിമാങ്ങായും മാമ്പഴപ്പുളിശ്ശേരിയാണ് അവരുടെ ഏറ്റവും ഫേവറേറ്റ് കറി. പോയി കാണും ചിലപ്പോ. ഇനി നല്ല റോഡാ, ഇവിടെയൊക്കെ പൊരിഞ്ഞു വെയില, അല്ലെങ്കിൽ നമുക്ക് മേടിക്കാം. നമ്മുടെ അവിടെ ഉണ്ടല്ലോ ചെങ്കോലപ്പുറത്ത് കരിക്കാണോ? ബൊഗൈൻവില്ല. അമ്മയ്ക്ക് ഇപ്പൊ ബൊഗൈൻവില്ല. ബൊഗൈൻവില്ല ഞാൻ ഇന്നലെ ഒരു ഇതിൽ കേട്ടതാ. ഈ ഹൈബ്രിഡ് കുഞ്ഞു കവറിൽ കിട്ടൂലേ, ഹൈബ്രിഡ് കവറിലും ചട്ടിയിലും, അതിന്റെ കൊമ്പ് വെട്ടി നട്ടാ പിടിക്കൂല. ഞാൻ ഒരാള് അനുഭവം ചെടി വളർത്തുന്ന ആള് പറഞ്ഞതാ. പിന്നെ നാടൻ അപ്പ പണ്ട് നല്ല തിക്കായിട്ടുള്ളതില്ലാഞ്ഞോ, അങ്ങനത്തെ പറമ്പിൽ നടന്നതിന്റെ കൊമ്പ് വെട്ടി ചുമ്മാ കിളുത്താലും ബൊക്കെ ടൈപ്പ്. എന്ത് നല്ല, അത് ഇരിഞ്ഞാലക്കൂടെ ഒന്നും കൊണ്ടുവന്നായിരുന്നോ? പറഞ്ഞു കണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്ന. ഈ പാലത്തിന്റെ പേരെന്താന്നറിയോ? അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. അമ്മയ്ക്കത് അറിയേണ്ടതാണല്ലോ. അമ്മ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുന്ന ആളാണ്. ഇനി അടുത്ത് ചെല്ലുമ്പോ ഉള്ളത് ഞാൻ പാലത്തിന്റെ അറിയില്ല. അവിടെ വാട്ടർ മെട്രോ ഉണ്ട് കാക്കനാട്. അത് മനസ്സിലായി. ഇതിലെ സ്ഥിരം പോണല്ലേ. ഇപ്പൊ വാട്ടർ മെട്രോയുടെ അവിടെ ഇറങ്ങിയാലുണ്ടല്ലോ ഫീഡർ ബസ് ഉണ്ട് ഇൻഫോ പാർക്കിലേക്ക്, കളക്ടറേറ്റിലേക്ക്. ഞാൻ പേപ്പറിൽ കണ്ടായിരുന്നു. സമയത്തിനും ആവശ്യത്തിനും ഉണ്ടായാൽ ജോലിക്ക് പോകുമ്പോ ഇടയ്ക്ക് അതിൽ ആൾക്കാരുണ്ടാവും. മെട്രോ റെയിൽ എന്തായാലും ഇത് പറ്റും, കാരണം 10 മിനിറ്റ് ഇടവിട്ട് വണ്ടിയുണ്ട്. ഈ പാലല്ലേ അമ്മ പറഞ്ഞ വാട്ടർ മെട്രോയുടെ? രാജഗിരി ഓപ്പോസിറ്റ് സൈഡ് രാജഗിരി വാട്ടർ മെട്രോ. ഒരു ഫ്ലാറ്റും ഉണ്ട് അവിടെ. വാട്ടർ മെട്രോ ഒരു ദിവസം ഇവിടെ ഒന്ന് വരണം. ഇതാ വൈറ്റിലേന്ന് വന്നതാ. പാർക്കിംഗ് സ്പേസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആ വൈറ്റില വഴി വന്നാ മതി വാട്ടർ മെട്രോ. ഹബ്ബിന്ന് കയറി ഇവിടെ വന്ന് ഇറങ്ങാം, എന്നിട്ട് തിരിച്ച് ഹബ്ബിൽ. നല്ല രസാ, കാഴ്ചകളാ. ഈ വള്ളത്തേലൊക്കെ ഇരുന്ന് പോണ പോലെ കാണാം. AC ആണല്ലോ. ബോട്ടിന്റെ ഫോർമാറ്റ് ആണെന്നേ ഉള്ളൂ. അത് ശരിയാ. നമ്മളെപ്പോഴും വീഡിയോയിൽ പിടിക്കണ മാർത്താണ്ഡവർമ്മ പാലം, പെരിയാറിന്റെ പനിനീര്, തണ്ണിമത്തൻ ഇറങ്ങി പാരഗൺ. സർവീസ് റോഡ് എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഫംഗ്ഷന് ഞങ്ങൾ പോയത് ഫെബ്രുവരി 2-നാണ്, അതായത് നോയമ്പ് തുടങ്ങുന്നതിന് മുൻപാണ്. പലരും അത് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ലെഫ്റ്റിലേക്ക് പോകണമായിരിക്കും. ഇതാണ് കൺവെൻഷൻ സെന്റർ, എംപറർ
അങ്ങനെ ഏതാണ്ട് അതിന്റെ പേര്. ഈ വണ്ടികൾ കിടക്കുന്നതാണ് കണ്ടൽസ്. ഞാൻ മെയിൻ റൂട്ടിൽ നിന്ന് കണ്ടതാണ്. മരുപ്പാപ്പൻ്റെ അപ്പോഴെങ്ങനെ എടുത്തു ഞങ്ങളുടെ എടുക്കണോട്ടോ ഓടി ഡാഡി പുറകിൽ കാറാ. അപ്പം ഞങ്ങളവിടെ ചെന്നു ഉടനെ തന്നെ വെൽക്കം ഡ്രിങ്കിൻ്റെ സെഷനിലേക്ക് പോയിട്ടോ. കാരണം നല്ല ചൂട് തുടങ്ങിയായിരുന്നല്ലോ. അപ്പം ഞാൻ ഗ്രേപ്പ് ജ്യൂസിലാണ് പിടിച്ചത്. അപ്പുറത്ത് മിൻറ്റ് ലൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റാർട്ടേഴ്സൊക്കെ അനവധിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു സ്റ്റാർട്ടറാണ് എടുത്തത്. അപ്പോൾ സോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അപ്പോൾ ഒരു സെൽഫി എടുത്തത്. അമ്മയും സ്റ്റാർട്ടർ പതിവ് തെറ്റിച്ചെടുത്തു. അമ്മ പൊതുവേ അങ്ങനെ സ്റ്റാർട്ടർ എടുക്കാറില്ല. വേഗം തന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഹോളിലേക്ക് എൻ്റർ ചെയ്തു. കാരണം നല്ല ചിൽഡ് അറ്റ്മോസ്ഫിയർ ആയത് കാരണം വേഗം തന്നെ അകത്തേക്ക് കയറി ഉടനെ തന്നെ എൻ്റെ കണ്ണുകൾ ഉടക്കിയത് ഈ അട്രാക്റ്റീവായിട്ട് അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെസേർട്ട് കൗണ്ടറുകളാണ്. ഡെസേർട്ട് കൗണ്ടർ എന്ന് പറഞ്ഞാൽ പല പല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ സെഷൻ വീതം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എത്ര മനോഹരമായിട്ടാണ് നോക്കിയേ ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ഓരോന്നിൻ്റെ ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. എനിക്ക് ഓരോ ഐറ്റത്തിൻ്റെ പേരങ്ങനെ സ്പെഷ്യലി എടുത്ത് പറയാൻ അറിയില്ല. പക്ഷെ ഓരോന്നും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമറയിൽ വളരെ അട്രാക്റ്റീവായിട്ട് അത് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രത്യേകത. നല്ല ലൈറ്റായിരുന്നു ആ ഹോളിലെ. പിന്നെ അതുപോലെ സാലഡ് കൗണ്ടറിലേക്ക് വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് ആ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷാണ്. അത് 2 സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തൊരു സ്പോട്ട് ലൈറ്റും കൊടുത്തേക്കണ കാരണം ആ ഫിഷിനൊരു പ്രത്യേക ഭംഗി കാണുന്നുണ്ട്. കണ്ടോ, ആ അറേഞ്ച്മെൻ്റ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സാലഡ് കൗണ്ടർ കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സെഷനിൽ വേറൊരു വെറൈറ്റി ഐറ്റംസ്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് പിടിയിട്ടില്ല. പിന്നെ പാസ്ത അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. പിന്നെ പരിപ്പ് ചേർത്ത ഒരു ബീഫ് കറി ആയിരുന്നു. അത് നല്ലതായിരുന്നു. ഒരു വെറൈറ്റി കറിയായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല. ബീഫ് ഫ്രൈ ചെയ്തിട്ട് പരിപ്പൊക്കെ ചേർത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് ന്യൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ന്യൂഡിൽസാണ് കഴിക്കുന്ന സമയത്ത് എടുത്തത്. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ സാലഡ് ഒക്കെ അവിടെ അണിഞ്ഞിരുന്നിട്ടുണ്ട്. പിന്നെ എൻഗേജ്മെൻ്റ് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. അതായത് വെഡ്ഡിങ് ഉറപ്പിക്കുന്ന ഒരു ചടങ്ങ്. അത് അധികം ടൈം എടുക്കുന്നതല്ല. പെട്ടെന്ന് നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ വന്നിട്ട് പ്രാർത്ഥിച്ച് ആ വെഡ്ഡിങ് ഇന്ന ദിവസം നടക്കുമെന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ലൈവ് അപ്പം മേക്കിംഗ് സെഷനിലേക്ക് ഞാൻ വന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഓരോ അപ്പവും അവർ ചുട്ടെടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പൂ പോലെയാണ് അവരത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത്. എത്ര അപ്പച്ചട്ടിയാന്ന് നോക്കിയേ. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ, ഒരു 2-3 അപ്പച്ചട്ടി ഉണ്ടെങ്കിൽ, അല്ല 3 പറയാറില്ല, 2 അപ്പച്ചട്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓരോ അപ്പവും ചുട്ടെടുക്കാമെന്ന് പറയാറുണ്ട്. ഞാൻ പെട്ടെന്ന് എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓരോ അപ്പവും ചുടുമ്പോൾ അടുത്ത അപ്പച്ചട്ടിയിലെ അപ്പം അവർ ട്രാൻസ്ഫർ ചെയ്യാണ് പ്ലേറ്റിലേക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയൂല. ഇതാകുമ്പോൾ ഒരുപാട് ആൾക്കാരുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എത്ര അപ്പച്ചട്ടിയിലാണല്ലേ ചുട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു കൗതുകം ഉണർത്തുന്ന കാഴ്ചയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഫുഡ് കൗണ്ടറിലേക്ക് നോക്കിയപ്പോൾ അപ്പം, പെറോട്ട, പിന്നെ മട്ടൺ സ്റ്റൂ നല്ല ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിഷ് തവ ഗ്രില്ല് ചെയ്തത്. പിന്നെ അപ്പുറത്തിരിക്കുന്നത് എന്താണ്, ഗീ റൈസ് ആണ് ആയിരിക്കുന്നത്. പിന്നെ ഗീ റൈസിൻ്റെ കൂടെയുള്ള ഒരു സ്ഥിരം കോമ്പിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചിക്കൻ കറി ആയിരിക്കും. അതും ഒരു ഡിഫറെൻറ്റ് പ്രിപ്പറേഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഇത് നമ്മുടെ നാടൻ ചോറും കറിയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സെഷനും പോയിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. പിന്നെ അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി. അത് പിന്നെ അങ്കമാലിൽ വരുമ്പോൾ അങ്കമാലി മാങ്ങാക്കറി ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ഈ ഏരിയയിലേക്ക് പൊതുവേ അങ്കമാലി മാങ്ങാക്കറി അങ്ങനെ ഇല്ല. കാരണം നമ്മുടെ ഇവിടെ കാളനാണ് കൂടുതലുള്ളോട്ടെ. പിന്നെ ബീഫ് ഫ്രൈ, എല്ലാവരുടെയും പ്രിയപ്പെട്ട ബീഫ് ഫ്രൈ. അത് പല സെഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു ചോറും കറിയുടെയും 2 സെഷനായിട്ട് വെച്ചിരിക്കുന്നത് ഞാനങ്ങ് കമ്പൈൻ ചെയ്ത് എടുത്തു എന്നുള്ളൂ കേട്ടോ. എടുത്തു പോയപ്പോൾ അങ്ങ് എടുത്തത്. മട്ടൺ സ്റ്റൂ അടിപൊളിയായിരുന്നു. ഞാൻ ഏറ്റവും അവസാനമാണ് എടുത്തത്. ആദ്യം വീഡിയോയിലൊക്കെ എല്ലാം ഒന്ന് പകർത്തിയതിന് ശേഷം എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോസ്. പിന്നെ നമ്മുടെ പതിവ് വിനോദത്തിലേക്ക് ഏർപ്പെട്ടു. എല്ലാവരോടുമുള്ള വർത്താനം പറച്ചിൽ. നമ്മളുടെ എല്ലാ വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളും ഉണ്ടായിരുന്നു. ഒരുപാട് അകലെ നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുകയാണ് എല്ലാവരുടെയും പടമൊക്കെ പിടിച്ചോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മളൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ ഒത്തിരി അകലെ നിന്നുള്ളവരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത്. എപ്പോഴും ഫ്രീക്വൻ്റ്ലി കാണാത്ത ഒത്തിരി പേര് ഒരു ഫംഗ്ഷനൊക്കെ പൊതുവേ വരും. അപ്പോൾ
നമുക്ക് അങ്ങനെ ഒത്തിരി കാലം കൂടി പലരെയും നമ്മൾ കാണും, വർത്താനമൊക്കെ പറയും, ചില്ലിയും. നല്ല രസകരമായിട്ടുള്ള മൊമെന്റ്സ് ആണ്. വർത്താനം പറയാൻ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക്, പ്രത്യേകിച്ച് അമ്മയെ പോലുള്ളവർക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഓടി നടന്ന് മിണ്ടാനായിട്ട്. നല്ലതാണ്. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ജ്യൂസ് കുടിക്കണം കേട്ടോ. നല്ല ജ്യൂസാണ്. അങ്ങനെ നോൺ വെജ് കൗണ്ടർ പറഞ്ഞ് നമ്മൾ വെജ് കൗണ്ടറിനെ വിട്ടുപോയല്ലേ. വീണ്ടും നമ്മൾ തിരിച്ച് ഹോളിൻ്റെ അകത്തേക്ക് കയറി പുറത്തിറങ്ങിയിട്ടാട്ടോ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീണ്ടും അകത്തേക്ക് കയറി നമ്മളത് വെജ് കൗണ്ടർ എന്തൊക്കെയാണെന്ന് നോക്കുമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗോബി മഞ്ചൂരി, ചോറ്, കറികൾ, ഗീ റൈസ്, പിന്നെ കോളിഫ്ലവർ കറി, പനീർ കറി, അങ്ങനെ പലവിധ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെ സാമ്പാർ, പിന്നെ അതേ കോഴ്സിൻ്റെ കൂടെ അപ്പം, പൊറോട്ട, കട്ട്ലറ്റ്, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് മറ്റേ സ്റ്റൂ ഉണ്ടായിരുന്നു കേട്ടോ, വെജ് സ്റ്റൂ ഉണ്ടായിരുന്നു. എല്ലാവിധ ഐറ്റംസും അടിപൊളിയായിരുന്നു. അമ്മ ഓരോന്നും നോക്കുകയാണ് എന്താണ് കഴിക്കേണ്ടത് എന്നാണ് നോക്കുന്നത്. അക്കൂട്ടത്തിൽ ഇടയ്ക്ക് ഞങ്ങൾ ഒരു സെൽഫിയും പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞങ്ങൾ കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ കഴിക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നോൺ വെജ് മട്ടൺ സ്റ്റൂ ആണ് എടുത്തത്. പിന്നെ അതുപോലെ പൊറോട്ടയും പിന്നെ ഫിഷ് തവ ഫ്രൈ. അമ്മ പുറത്ത് പോയി കഴിഞ്ഞാൽ പൊതുവേ നോൺ വെജ് അങ്ങനെ കഴിക്കാറില്ല, വളരെ സെലക്റ്റീവായിട്ടാണ് കഴിക്കാറ്. അതുകൊണ്ടാണ് കേട്ടോ വെജ് എടുത്തത്. പിന്നെ ഇടയ്ക്ക് നോൺ വെജും കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് ഓരോന്ന് ചോദിക്കാം. ഞാൻ എടുത്തിരിക്കുന്നതാണ് ഗീ റൈസ്, ചിക്കൻ്റെ സ്വല്പം ഗ്രേവി, പിന്നെ പിക്കിള, ഫിഷ് പൊള്ളിച്ചത്, സാലഡിൻ്റെ ഒരെണ്ണം മാത്രം. ഇത്ര ഞാൻ എടുത്തോളൂ. ആ സമയം ഞാൻ എൻ്റെ പ്ലേറ്റ് കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ സെഷൻ തീർന്നു. ഇനി നമുക്ക് ഡെസേർട്ടിലേക്ക് പോകാം. ഞാൻ ചോറും കറിയൊന്നും എടുത്തില്ല, കാരണം എനിക്ക് ഡെസേർട്ട് പല വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് അത് ട്രൈ ചെയ്യാനായിരുന്നു ആഗ്രഹം കൂടുതൽ. അതുകൊണ്ട് നേരെ ഞാൻ അങ്ങോട്ടാ പോയത്. എൻ്റെ ഡെസേർട്ട് പ്ലേറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്വല്പം കുനാഫ എടുത്തു, പക്ഷേ ഞാൻ ഷുഗർ സിറപ്പ് എടുത്തില്ല. പിന്നെ ദേ ഈ ഒരു പേസ്ട്രി എടുത്തു, പിന്നെ അപ്പുറത്ത് ഐസ്ക്രീം എടുത്തു, പിന്നെ ആ ഒരു കുഞ്ഞ്, അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, ഒരു ഡെസേർട്ട് പോലത്തെ ഒരു ഐറ്റം അതെടുത്തു. പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരെയും നമ്മൾ കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു. അതൊക്കെ തന്നെ നമുക്ക് ചില്ല് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരു റിഫ്രഷ്മെൻറ്റ് കൂടിയാണല്ലോ. ബിജു ചാച്ചനും ജാസ്മിൻ ചേച്ചിയും കഴിക്കണതിൻ്റെ സമയത്ത് അപ്പം പോയിരുന്ന് വർത്താനമൊക്കെ പറയുന്നതാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് എല്ലാവരും കേട്ടോ. വന്നിരിക്കുന്ന എല്ലാവരും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാവരോടും ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും വീണ്ടും കുറേ നേരം സ്പെൻഡ് ചെയ്തു. നല്ല രസകരമായിട്ടുള്ള ചില മൊമെൻറ്റ്സാണ്. നമുക്കിങ്ങനെ പരസ്പരം ഓരോ കാര്യങ്ങൾ പങ്കുവെച്ച് കഴിയുമ്പോൾ വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണെന്ന് അപ്പ ഇടയ്ക്ക് പറയാറുണ്ട്. അമ്മയ്ക്ക് പിന്നെ പണ്ട് തൊട്ടേ അത് അങ്ങനെയാണ്. ഇവർ 3 പേരും ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലെ ത്രിമൂർത്തികൾ എന്നാണ് ബിജു ചാച്ചനെയും സിബി ചാച്ചനെയും ബിജോ ചാച്ചനെയും ഞങ്ങൾ വിളിക്കുക കേട്ടോ. ലൈം ടീ നല്ല രസമല്ലേ? അവിടെ ഉണ്ട്, ഊണ് കഴിക്കാം. ഇത് അവർ വന്ന കാറിൻ്റെ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആണ്. ഒരു വലിയ ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ്, നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് സ്പ്രെഡ് ചെയ്യുമല്ലോ. അപ്പം ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. കാരണം നമുക്കിനി വീടെത്താൻ കുറച്ച് ദൂരം പോകണമല്ലോ. അപ്പോൾ തിരിച്ച് ഞാനാണ് ഓടിച്ചത്, അതുകൊണ്ട് ഇനി വീഡിയോസ് ഒന്നും കാണില്ല കേട്ടോ തിരിച്ചു പോരുന്നതിൻ്റെ. അടിപൊളിയാ. ഉശിരൊന്നുമില്ല. വൈകുന്നേരം 5:30 പോയി വന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. അതെ. അപ്പം ഞങ്ങളൊരു ദീർഘയാത്ര കഴിഞ്ഞ് ഒരു കല്യാണ എൻഗേജ്മെൻറ്റ് റിസപ്ഷനും കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി എത്തി. അപ്പം ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അതെ. അവിടെ വെച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയാണ് ഞങ്ങളുടെ റിലേറ്റീവ്. ആൺകുട്ടിയുടെ അമ്മ 5 വർഷം എൻ്റെ കൂടെ ഒന്നിച്ച് പഠിച്ച ലേഡിയാണ്. പുള്ളിക്കാരി ഇപ്പം ഹൈസ്കൂൾ ടീച്ചറാണ്. 1 വർഷം കൂടെ ഉണ്ട് പ്രായവാനായിട്ട്. എൻ്റെ പ്രായമാണല്ലോ. അപ്പം അവിടെ വെച്ച് മോളുടെ അമ്മയുടെ ഞങ്ങൾ പോകുമെന്ന് പറയാനായിട്ട് അവർ ഫുഡ് കഴിച്ചു വന്നപ്പോൾ ഞങ്ങൾ പോകുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ലിനോ വന്നിട്ടുണ്ടോ എന്ന് അപ്പോഴൊരു ഒരു ചോദ്യം. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. മുടി ബോയ്ക്കെട്ടടിച്ചായിരുന്നു. അപ്പം അന്ന് ചുരുണ്ട മുടിയായിരുന്നു നീളമുള്ള. അപ്പം ഉണ്ടെന്ന് പറഞ്ഞ അപ്പം എന്നെ വിളിച്ചുകൊണ്ട് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം പറയണമല്ലോ.
86 പോന്നല്ലേ. അപ്പൊ അവര് വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അപ്പനെ കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ അപ്പ എന്നെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ നീനയാന്ന് പറഞ്ഞു. ഫുൾ നെയിം നീന സൂസൻ പീറ്റർ എന്നത്തെ പേര്. അപ്പൊ ആ കുട്ടിയുടെ മകനാണ് ഞങ്ങളുടെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങള് അപ്പോളോയുടെ അവിടെയുള്ള കറൂറ്റിയിലുള്ള കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു റിസപ്ഷൻ. പെൺകുട്ടിയുടെ വീട്ടുകാരാണ് നടത്തിയത്. അപ്പം ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഒരുപാട് ബന്ധുമിത്രാദികളെല്ലാം കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടെങ്കിലും ആരോഗ്യം തീരെ ഇല്ല ഇപ്പം പറയാം. പിന്നെ അതുകൂടാതെ 1 വർഷം എൻ്റെ റൂംമേറ്റായിട്ട് ഹോസ്റ്റലിലുണ്ടായിരുന്ന ഒരു ചേച്ചീനെ കണ്ടുമുട്ടി, ഷൈന ചേച്ചി. ഷൈന ആ പുള്ളിക്കാരി കമൻ്റ് ഇടാറുണ്ട് റൂംമേറ്റ് എന്ന്. പക്ഷെ എനിക്ക് പിടികിട്ടില്ല. ഇന്ന് വന്ന് പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പുള്ളിക്കാരി പയ്യൻ്റെ ഏതോ റിലേറ്റീവ്. അപ്പോൾ ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഞങ്ങളെ പൊക്കിക്കൊണ്ടുവരിക. ബൈ.